അങ്ങനെ ബ്രൈഡൽ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കായംകുളത്തോട്ടാണ് കേട്ടോ. അപ്പോൾ ഫമിത്താടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഇത്താടെ വീട്ടിൽ ചെന്ന് പിന്നെ കാര്യം പറച്ചിലായി, കഥ പറച്ചിലായി, അവിടെ ഇരുന്നു. അങ്ങനെ ഇത്താടെ സിസ്റ്ററിനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പുള്ളിക്കാരിക്ക് മുമ്പേ എന്നെ അറിയാം, എന്നാലും നമ്മൾ വീട്ടിൽ വന്ന സ്ഥിതിക്കൊന്ന് ഫോണൊക്കെ ചെയ്ത് സംസാരിച്ചു. അങ്ങനെ പിള്ളേർ തമ്മിൽ പെട്ടെന്ന് തന്നെ സിങ്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങ് അടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടോയ്സ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് മുറ്റമുള്ള വീടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്താടെ വീട്ടിൽ നല്ല മുറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർ മുറ്റത്തിറങ്ങി ഓടിക്കളിയൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും അകത്ത് കയറി വീണ്ടും അകത്തിരുന്ന് കളി തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ വീടൊക്കെ ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം പിന്നെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണത്തിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അഴീക്കിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ കാറ് വിട്ടതിന് ശേഷം ഇത്താടെ കാറിലേക്കാണ് കേട്ടോ എല്ലാവരും കൂടെ അഴീക്കിലേക്ക് പോയത്. അഴീക്കലിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യമുണ്ട്. എൻ്റെ സേവ് ദ ഡേറ്റ് വരെയും ഷൂട്ട് ചെയ്തത് അഴീക്കലാണ് കേട്ടോ. അപ്പം അന്ന് ഈ പാലം ഒന്നും ഇല്ലായിരുന്നു, അന്ന് ഈ പാലം പണിയുന്നേ ഉള്ളായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇക്കാടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയ ടൈമിലാണ് ലാസ്റ്റ് ആയിട്ട് ഞാൻ അഴീക്കൽ പോകുന്നത്. അങ്ങനെ പിന്നെ അഴീക്കൽ പാലത്തിൽ കയറി പിള്ളേരെല്ലാം ഭയങ്കര കളിയായിരുന്നു കേട്ടോ. പിള്ളേര് മാത്രമല്ല വലിയവരും ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. അവിടെ ചെന്നതിന് ശേഷം പിന്നെ നമ്മൾ കാടമുട്ട ഫ്രൈയും പിന്നെ പൊട്ടറ്റോടെ ഫ്രൈ കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ ഒത്തിരി നേരം ഒന്നും ബീച്ചിൽ നിൽക്കാൻ പറ്റിയില്ല, കാരണം സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ ഇത്തടുത്തും പിള്ളേരടുത്തും എല്ലാവരുടെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.